ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ ഗോവയിലോട്ട് പോകുന്ന വഴിയാണ്. നമ്മൾ രാവിലെ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഗോവ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ സ്ഥലത്തോട്ട് ഒരു 70 കിലോമീറ്റർ കൂടി പോകണം. ഇവിടെ ഇപ്പം എന്താ പറയുക, പിടിച്ചിട്ടേക്കാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അതാ മഴയും ചെറിയ മഴയും അടിപൊളി നൈസായിട്ടുണ്ട്. നമ്മൾ രാവിലത്തെ ഫുഡിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരളീയ ഭക്ഷണം ഡൈവിൻ ഡിവൈൻ ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. നമ്മളങ്ങനെ ഗോവ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പൂരിയും നൂഡിൽസും കിഴങ്ങറിയും തണ്ണിമത്തനും കേസരിയൊക്കെയാണ് ഫുഡ്. കഴിച്ചിട്ട് വരാം. നമ്മളങ്ങനെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്. റൂം ബുക്ക് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് റൂം ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റൂമിൽ പോകണം. റൂമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റൂം. ഒരു ബെഡ്, അലമാര, TV, മറ്റേ മിറർ എല്ലാം ഉണ്ട്. പിന്നെ ഇത് ബാത്റൂം ആണ്. കുളിച്ച് ഫ്രഷാണ് ഗൈസ്. രാവിലെ പല്ല് കഥ കഴിച്ചത്. അപ്പോൾ പല്ല് കഴിച്ചതിന് ശേഷമാണ് പല്ല് കഴിച്ചത്. ഇനി ഫ്രഷായിട്ട് പൂളി ചാടണം ഗൈസ്. ഉണ്ട് ഗൈസ് പൂള്. നമുക്ക് ഇറങ്ങാം ഗൈസ്. കൂടി പോയി കണ്ണൊക്കെ ഒരു പരുവായി. ചുമന്ന് ഇത് റെഡിയാവുമായിരിക്കും. നോക്കാം ഗൈസ്. ഗായത്രി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫോർട്ടിലോട്ടും ബീച്ചിലോട്ടും പോകാൻ പോവാണ്. ഇപ്പം കണ്ണ് ചുവപ്പൊക്കെ മാറി, കുഴപ്പമില്ല, കാണാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ഭയങ്കര മങ്ങലായിരുന്നു കണ്ണ്. ഇപ്പോൾ റെഡിയായി. ഇനി പോയിട്ടാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഫോർട്ടിലോട്ട് വന്നത്. സെയിം കടയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉച്ചയ്ക്കും കഴിക്കാൻ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് മീൻസ് ഇപ്പോൾ സമയം 4 മണി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ബിരിയാണിയാണ്. കഴിച്ചിട്ട് വരാം. ബിരിയാണിയുണ്ട്, സലാഡുണ്ട്, അച്ചാറുണ്ട്. ഇതാണ് സ്പോർട്ട് ഗൈസ്. നമ്മളിപ്പോൾ സിംഗേറിയം ഫോർട്ടിലാണ് നിൽക്കുന്നത്. അടിപൊളി കാഴ്ച ഗൈസ്. സിംഗേറിയം ഫോർട്ടിൽ നിന്ന് ബീച്ചിലേക്ക് ഗൈസ്. കടൽ കണ്ടു. നനഞ്ഞ് ഗൈസ്. അവിടെ നിന്ന് തിര അടിച്ചു വന്നു ഗൈസ്. ഫോർട്ടിൽ നിന്നപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു. സോ നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക്, അല്ല റിസോർട്ടിലേക്ക് തിരിച്ചു വന്ന് ഇനി അവിടെ പോയി പൊളിച്ചാടാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും റിസോർട്ടിൽ എത്തി. വീണ്ടും എന്താ സ്വിമ്മിംഗ് പൂളിൽ പോയി കണ്ട് വീണ്ടും പണിയായി. വീണ്ടും ചുമന്നു. ഇനിയിപ്പം രാത്രി കഴിക്കാൻ പോകണം. ക്ലാസ്സിലെ പിള്ളേരാണ് ഗൈസ്. ദാ ഇവൻ്റെ ഫോണിലാട്ടോ ഞാൻ എടുക്കുക. മുസ്തഫ ഇതാണ് ബോയ്സ് ഗ്യാങ്. ഞങ്ങളുടെ സ്റ്റാഫ് അഡ്വൈസർ. ശരി, ഇനി കഴിക്കാൻ പോയിട്ട് വരാം ഗൈസ്. നമ്മൾ റിസോർട്ടിൽ നിന്ന് വന്നിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുക്കാനായിട്ട്. അതാണ് ഗൈസ്, ഇവിടെ വെറൈറ്റി ഓഫ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസിനുണ്ട്, കിഡ്സിനുണ്ട്, മെൻസിനുണ്ട്. അതുപോലെ തന്നെ ജുവലേഴ്സും അവൈലബിൾ ആണ്. ഇത് വരുന്നത് രാധാ റാണി ജുവലേഴ്സ് എന്നാണ്. സോ ഇവിടെ ആദിത്യ ആൻഡ് വിനീതാണ് ഷോപ്പ്. സോ പറ്റുന്നവരൊക്കെ ഇവിടെ വന്ന് ക്ലോത്ത് മേടിക്കാൻ നോക്കുക. ഗോവയ്ക്കുള്ള ഡ്രസ്സ്, അടിപൊളി ഡ്രസ്സസ് അവൈലബിൾ ആണ്. സോ മാക്സിമം മേടിക്കാൻ നോക്കുക.
നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. സെയിം റെസ്റ്റോറൻറ്റ്, രാവിലെ ഉച്ചയ്ക്കും കഴിച്ച സെയിം റെസ്റ്റോറൻറ്റിലാണ് ഇവിടെ. പക്ഷേ ഇപ്പം കുറേ ആൾക്കാരുണ്ട്, വേറെ ഐവിക്കാരും കാണുമെന്ന് തോന്നുന്നു. വേറെ ഉണ്ട് ഗൈസ്, നല്ല തിരക്ക്. നമുക്ക് കഴിക്കാൻ നോക്കിയിട്ട് വരാം, കഴിച്ചിട്ട് വരാം ഗൈസ്. സ്ഥലം കിട്ടുമെന്ന് നോക്കാം ആദ്യം, എന്നിട്ട് കഴിക്കാം. ഗൈസ് ഫുഡൊക്കെ കഴിച്ച് എത്തിയിരിക്കുകയാണ്. റൈസും പൊറോട്ടയും കറിയായിരുന്നു ഡിന്നർ. സോ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. സീ യു ടുമോറോ. ബൈ ഗൈസ്.